ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിലോട്ടാണ് കയറിയത്. ഫുഡ് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. കറി ഉണ്ടാക്കണം. അതും തട്ടിക്കൂട്ട് കറിയാട്ടോ. ഇന്നലത്തെ ഫുഡ് ബാക്കിയുണ്ട്, ചപ്പാത്തി ബാക്കിയുണ്ട്, കറിയും ബാക്കിയുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഗ്രീൻ പീസും കൂടി ഒന്ന് വേവിച്ച് മിക്സ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തട്ടിക്കൂട്ട് കറി റെഡിയാക്കാൻ വേണ്ടി ഗ്രീൻ പീസ് അങ്ങനെ കുക്കറിലേക്ക് വെച്ചു. നേരെ റൂമിലേക്ക് പോയപ്പോൾ ചേട്ടായും ലച്ചും നല്ല രീതിയിൽ ഉറക്കം തന്നെയാണ്. നേരെ പുറത്തേക്ക് പോയി ടോമീനൊന്ന് കളിപ്പിച്ചു. അവനൊന്ന് തൊട്ട് തലോടിയൊക്കെ നിന്നപ്പോഴേക്കും അവൻ ഹാപ്പിയാണ്. അങ്ങനെ അവനെയും കെട്ടി നേരെ അടുക്കളയിൽ ബാക്കി പണികൾ ചെയ്യാനായിട്ട് വീണ്ടും അടുക്കളയിലേക്ക് പോയി. ഇന്നലെ രാത്രി ഞാൻ പുളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ പുളി, വാളംപുളി എന്നൊക്കെ പറയുമല്ലോ, അത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണക്കാനായിട്ട് ഇട്ടിട്ട് പോകാമെന്ന് കരുതി. അല്ലെങ്കിൽ അത് ഇരുന്ന് കഴിഞ്ഞാൽ ചിഞ്ഞു. അങ്ങനെ അത് ഉണക്കാനായിട്ട് ടെറസിൻ്റെ പൊക്കത്ത് കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള കൃഷിയൊക്കെയാണ്. പച്ചമുളക്, പയർ, പിന്നെ ചീര, തക്കാളി ഒക്കെ ഉണ്ട്. ചെറിയ രീതിയിൽ ഇങ്ങനെ തുടങ്ങി വരുന്നു. ചീര ആണ് ആദ്യം ഞാൻ നട്ടത്. അപ്പോൾ ചീര അത്യാവശ്യമുണ്ട്, പിന്നെ പച്ചമുളകും അത്യാവശ്യമുണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് പെരുമാറാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ താഴത്തേക്ക് വന്നപ്പോഴേക്കും ചേട്ടായും ലച്ചും പല്ലൊക്കെ തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെഡിയായി. അവർക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അങ്ങനെ ഞാനും അവരോടൊപ്പം തന്നെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ നേരെ ലച്ചുവിനെ ആദ്യം റെഡിയാക്കിയിട്ട് ഞാൻ റെഡിയാവാമെന്ന് കരുതി. അല്ലെങ്കിൽ ഞാൻ ആകെ വേർത്ത് കൊളാകും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ലച്ചുവിനെ റെഡിയാക്കാമെന്ന് കരുതി. അവളുടെ മുടി ഇങ്ങനെ രണ്ട് സൈഡും പൊക്കി കെട്ടി. എന്തായാലും പോകുമ്പോൾ ഭയങ്കര ചൂടൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവൾക്കും അതൊരു കംഫർട്ടായിരിക്കില്ല താഴത്ത് അഴിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് രണ്ട് സൈഡും പൊക്കിയും കെട്ടി. അവൾക്കും ഇഷ്ടമാണ് അങ്ങനെ കെട്ടാനായിട്ട്. ലച്ചു ഇരുന്നൊക്കെ തന്നോളും, കുഴപ്പമൊന്നുമില്ല. എനിക്കും അങ്ങനെയൊക്കെ കെട്ടാനാണ് ഇഷ്ടം. ഇങ്ങനെ അഴിച്ചിട്ട് നടക്കണതിനെക്കാട്ടും ഭംഗി അവൾക്ക് ഇങ്ങനെയൊക്കെ കെട്ടണതാണ് എൻ്റെ പേഴ്സണൽ ഇഷ്ടം. അങ്ങനെ അവളുടെ മുടിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവളെന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ ചേട്ടായി കുളിച്ചിറങ്ങി. അപ്പോൾ ചേട്ടായി വീഡിയോ എടുക്കണ കാര്യം അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പം ഞാൻ പറയുവാണ് വീഡിയോ എടുക്കണതാണ് എന്ന് പറയണേണ്. അങ്ങനെ ലച്ചുവിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് റെഡിയാവാൻ വേണ്ടി. അങ്ങനെ ലച്ചുവിൻ്റെ അങ്ങനെ ഫൈനലി സക്സസ് ആയി. ലച്ചു ഹാപ്പിയായി. ഇനി ഞാനും റെഡിയായിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി ഒരാളെയും കൂടി നമുക്കിതിലേക്ക് പിക്ക് ചെയ്യാനുണ്ട്, അനിയനെയും കൂടി വിളിക്കാനുണ്ട്. അപ്പം നേരെ അവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകട്ടെ, അവനെ വിളിച്ചിട്ട് വരട്ടെ. അപ്പോൾ അങ്ങനെ അവനെയും പിക്ക് ചെയ്ത് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ തണ്ണീർമുക്കം ബണ്ട് ആ പാലം കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. കുറച്ച് നല്ലതാണ് സ്പെൻഡ് ചെയ്യാൻ. വൈകിട്ടാണ് നല്ലതാണ്. ഞങ്ങൾ അവിടെ നിർത്തിയൊന്നുമില്ല. നേരെ ഞങ്ങൾ പോന്നു. ഞങ്ങൾ ആലപ്പുഴയൊക്കെ കഴിഞ്ഞു. ഇത് കുട്ടനാടിൽ കൂടെ പ്രകൃതി രമണീയമായ പാടത്തിൽ കൂടെയൊക്കെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോണം വയറിങ്ങനെ കാളിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ആ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഏറ്റവും നല്ലൊരു ഷാപ്പ് നോക്കിയപ്പോൾ രാജപുരം ഫാമിലി റെസ്റ്റോറൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ഇത് കണ്ടു. കുറേ റിവ്യൂവും കണ്ടു. അങ്ങനെ ഞങ്ങൾ അതിലേക്ക് വെച്ച് പിടിച്ചു. കുറേ ഉള്ളിലേക്ക് പോകണം കേട്ടോ. എന്തോരം ഉള്ളിലേക്ക് പോയിട്ടാണെന്നറിയോ. ഈ ഷാപ്പ് ആ റോഡിൻ്റെ ഏറ്റവും അവസാനമാണ് ഈ ഷാപ്പ് ഉള്ളത്. അങ്ങനെ രസമായിരുന്നു. ഒരു സൈഡിൽ ഇങ്ങനെ വെള്ളം പുഴ, മറ്റു സൈഡിൽ നെൽകൃഷി, അങ്ങനത്തെയൊക്കെയായിരുന്നു. സെറ്റായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡെന്ന് പറഞ്ഞാൽ അത്രയും ഗംഭീരമായിട്ട് തോന്നിയില്ല. ഇതിൽ മുമ്പും ഷാപ്പിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫുഡ് കുറച്ച് ക്വാണ്ടിറ്റി ആയാലും ആ ഒരു ടേസ്റ്റ് വൈസ് ആയാലും അത്രയ്ക്ക് പിടിച്ചില്ലായിരുന്നു.
യൂട്യൂബിലൊക്കെ ഭയങ്കര റിവ്യൂ ആട്ടോ, എന്താണെന്നറിയില്ല. പിന്നെ ഇവിടേക്ക് എത്താനായിട്ട് നമുക്ക് ഈ പുഴയിൽ കൂടെ അപ്പുറത്തെ ഭാഗത്ത് ബോട്ട് സർവീസ് ഉണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നേച്ചത്, മാപ്പ് ഇട്ടിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നേച്ചത്. പക്ഷേ ഞങ്ങൾ എത്തിപ്പെട്ടത് ഞങ്ങൾ ഇപ്പുറ സൈഡിലായിപ്പോയി. അപ്പോൾ പിന്നെ ബോട്ട് യാത്രയൊന്നും പറ്റിയില്ല. അത് ഹോട്ടലിലേക്ക് വരാനുള്ള ഒരു ഫ്രീ സർവീസാണ്. അതൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. അതെന്തായാലും പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ കള്ളൊക്കെ മേടിച്ചു, കള്ളൊക്കെ കുടിച്ചു. അങ്ങനെ അധികം ഐറ്റംസൊന്നും മേടിച്ചില്ല, ഇത്രയും ഐറ്റംസൊക്കെ മേടിച്ചുള്ളൂ. ഞണ്ട്, പിന്നെ മീൻ വറുത്തത്, ഏതൊരു മീൻ എനിക്കറിയില്ല, പിന്നെ താറാവ്, ബീഫ്, അങ്ങനെ ഇച്ചിരി ഐറ്റംസ് തന്നെ മേടിച്ചുള്ളൂ. പക്ഷെ അതും ആയാലും നമുക്ക് അങ്ങനെ തൃപ്തി ആയില്ല. അങ്ങനെ ഞങ്ങൾ കഴിച്ചു, കള്ള് അത്യാവശ്യം കുടിച്ചു, അതാണ് ബെസ്റ്റ്. കള്ളൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ച്, എന്നാലും വയറ് നിറഞ്ഞു, കുഴപ്പമില്ല എന്ന് പറയാം. നേരെ ബില്ലൊക്കെ കൊടുത്ത് നേരെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ പോരുവാണ്. ഇനി അടുത്തത് ലച്ചുവിൻ്റെ സ്പോട്ടാണ്, ബീച്ചിലേക്കാണ് അടുത്ത പോക്ക്. ലച്ചു കുറേ ആയി പറയണം ബീച്ചിൽ കൊണ്ടുപോകണമെന്ന്. അവളെന്തോ ചെറുപ്പത്തിലേ പോയതാണ്, എനിക്ക് തോന്നുന്നു 2 വയസ്സിലൊക്കെ പോയതാണെന്ന് തോന്നുന്നു. അങ്ങനെ ബീച്ചിൽ പോകാറില്ല, ആൾക്ക് പേടിയായിരുന്നു അന്നേരം. അതുകൊണ്ട് ഞങ്ങളങ്ങനെ പോകാറില്ല. ഇപ്പം ഈ കാർട്ടൂണൊക്കെ കാണുന്ന കാരണം ആൾക്ക് കണ്ടിട്ട് ബീച്ചിൽ പോകണം. പിന്നെ ആളുടെ ഒരു ഇതുണ്ട്, കളിക്കുന്ന സാധനമുണ്ട്, മണ്ണൊക്കെ വരണത്, അതിലൊക്കെ ഇരുന്ന് കളിക്കാനാണ് പോണത്. കയ്യിലതൊക്കെ പിടിച്ച് ആൾ നല്ല ഹാപ്പിയിലൊക്കെ പോകുന്നുണ്ട്. അവിടെ ആയിരുന്നു പിന്നെ ഫുൾ ടൈം. ഞങ്ങൾ ഏകദേശം ഒരു 8 മണി 8:30 കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അതുവരെ ഞങ്ങളവിടെ അടിച്ച് തകർത്ത് മണ്ണിലൊക്കെ കളിച്ച്, അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്, ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഫോട്ടോസ്. ആൾ മണ്ണിലൊക്കെ കളിച്ച് ഞങ്ങൾ മത്സ്യകന്യകയൊക്കെ ഉണ്ടാക്കി, അങ്ങനെയൊക്കെ എൻജോയ് ആയിരുന്നു. ലച്ചു ആയാലും ഹാപ്പി ആയിരുന്നു അവൾ. എനിക്ക് അവൾ ഹാപ്പി ആകുമ്പോൾ നമുക്ക് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, അവൾ ഹാപ്പി ആകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. അങ്ങനെ അവിടെ ഓരോരോ കാട്ടായം കാണിക്കുന്നുണ്ട്, ഇങ്ങനെ കുഴിയൊക്കെ ഉണ്ടാക്കി. ഇത് അപ്പുറത്ത് ഞാൻ അവിടെ അവളെ മറ്റേ മത്സ്യകന്യക ആക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ മണ്ണിലും വെള്ളത്തിലൊക്കെ ആയിട്ട് ഭയങ്കര കളിയായിരുന്നു. ഇതാണ് ഞങ്ങൾ മത്സ്യകന്യയായ ഫോട്ടോ. അങ്ങനെ അവളുടെ മണ്ണ് മറ്റേ കളിക്കാനുള്ള സാധനം വെച്ചൊക്കെ കളിച്ചു. അങ്ങനെ ഞങ്ങൾ കുളിച്ചു, ഡ്രസ്സ് മാറി ഒക്കെ ചെയ്തു. നല്ല രീതിയിൽ വിശക്കണമുണ്ട്, ദാഹിക്കണമുണ്ട്. അങ്ങനെ നേരെ ഞങ്ങൾ ഓടിപ്പോയിട്ട് അവിടെ എവിടെന്നെങ്കിലും വെള്ളം കുടിക്കാമെന്ന് ആദ്യം കരുതി. അങ്ങനെ നേരെ ഞങ്ങൾ ഒന്ന് വെള്ളം കുടിക്കാനായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ നല്ലതെന്നുള്ള രീതിയിൽ പോയി. അങ്ങനെ നേരെ പോയി വെള്ളമൊക്കെ കുടിക്കാൻ എന്തോ ഒരു കുടിക്കുക എന്തോ പറഞ്ഞത്, അതൊക്കെ കുടിച്ചു. നേരെ അവിടെ കുറേ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലച്ചുവിനെ അവിടെയൊക്കെ കയറ്റി അങ്ങനെ നേരെ അവിടെ നിന്നും പോന്നു. അപ്പോഴേക്കും ഒരു 8:30 ആയി. പിന്നെ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ നൈറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഏതൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ, മന്തിയാണ്. അവിടെ മന്തിയേ ഉള്ളൂ, വേറെ ഒരു ഫുഡും ഉണ്ടായിരുന്നില്ല. മന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പായിരുന്നു. അപ്പോൾ അതിങ്ങനെ മന്തി ഓർഡർ ചെയ്തു, അൽഫാം മന്തി ഓർഡർ ചെയ്തു. പിന്നെ സ്റ്റാർട്ടറായിട്ട് ഒരു സൂപ്പ് ഫ്രീ ആണ്, നമുക്ക് സ്റ്റാർട്ടറായിട്ട് അവർ തരുന്നതാണ്. അങ്ങനെ മന്തിയൊക്കെ കഴിച്ചു. ബീച്ചിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് നല്ല തലവേദനയായിരുന്നു, അതുകൊണ്ട് മന്തി അധികം ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് മന്തിയൊക്കെ കഴിച്ച് നേരെ തിരിച്ചു വീട്ടിലേക്ക്. നല്ല മഴ. ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു എൻ്റെ പുളി ഞാൻ ഉണക്കാൻ വെച്ചിട്ടുണ്ടെന്ന്, നല്ല രീതിയിൽ ഉണങ്ങി കിട്ടി എനിക്ക്. വീട്ടിൽ വന്നപ്പോഴോ കറണ്ടുമില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, അടുത്ത വീഡിയോ കാണാൻ ബൈ.